ഹൗ വെൽ ഡു വി നോ ഈച്ച് അതർ എന്ന് പറഞ്ഞ ഒരു ചലഞ്ച് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതായത് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ കുറിച്ച് എന്തൊക്കെ അറിയാന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാണ് ഈ ഏറ്റവും ഇഷ്ടമല്ല സാനേ ഒന്നും അറിയില്ല എന്നെ പറ്റി. കണ്ടോ നിനക്കയച്ച മെസ്സേജിന്റെ സ്റ്റാർട്ടിങ് എന്താണ്? ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മള് ഇന്നൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചലഞ്ചിന്റെ അല്ല പറയാ, എന്ത് ചലഞ്ചാ? അതായത് ചലഞ്ച് ചോദിച്ചാലേ ചലഞ്ച് അല്ല, റിനൂസിന് ഇതിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാ മനസ്സിലാക്കിക്കണേ അല്ലേ? അങ്ങനല്ലേ? ഹൗ വെൽ ഡു എന്താണ് പറയൂ, ഹൗ വെൽ ഡു വി നോ ഈച്ച് അതർ. ചലഞ്ച് അല്ല, ഒരു ജസ്റ്റ് എന്താ പറയാ, നമ്മൾ ഇതിനെ കുറിച്ച് എന്തൊക്കെ ഈ മനസ്സിലാക്കിക്കണത് അങ്ങനല്ലേ? ഹൗ വെൽ ഡു വി നോ ഈച്ച് അതർ പറഞ്ഞൊരിതാണ്. അതായത് ജാസിക്ക് ഇതിനെ പറ്റി എന്തൊക്കെയാ അറിയാം. ഞാൻ അങ്ങനല്ല, അല്ല ഇത്രയും കാര്യം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ മനസ്സിലാക്കി എടുത്തിക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ നീ മനസ്സിലാക്കി എടുത്തിക്കുന്നത്, അതിനെ കുറിച്ചിട്ട് സെറ്റല്ലേ? അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ സത്യം ഞാൻ ഒന്നും തയ്യാറായിട്ട് കേട്ടോ. ഞാൻ വർക്ക് കഴിഞ്ഞപ്പോ ഇവിടെ കുറെ നോട്ട്ബുക്കിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്ത് വർക്കിന് നോട്ട്ബുക്കിലൊന്നല്ല, ഞാൻ ഫോണിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാണ് കേട്ടോ ജാസിനോട്. ചോദിക്കട്ടെ? അഞ്ചെണ്ണം ഉള്ളു, പക്ഷെ വേറെ എന്റെ മനസ്സിലുണ്ടായി, ഞാൻ ചോദിച്ചോണ്ട്. ഞാൻ ചോദിക്കാം. അപ്പൊ ഗൈസ്, നമ്മള് ക്വസ്റ്റ്യൻസ് കടക്കാണ് കേട്ടോ. ഞാനാണ് ഫസ്റ്റ് ജാസ്മിനോട് ചോദിക്കണേ. കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോയിന്റ് ഉണ്ട് കേട്ടോ. എന്ത് പോയിന്റ്? അതായത് ഞാൻ ജാസിക്ക് ആൻസർ എന്ന ജാസിക്ക് ഒരു പോയിന്റ്, ഞാൻ ആൻസർ എന്ന ഒരു പോയിന്റ്. ആ പോയിന്റ് എന്താ? ആ പോയിന്റ് പൂജ കിട്ടിയാല് ഒരാഴ്ചത്തെ റൂമത്തെ കാര്യം ഫുള്ള് ചെയ്യേണ്ടി കേട്ടോ. റൂം അടിച്ചു വരണം, ഫുഡ് ഉണ്ടാക്കണം, ഡ്രസ് അലക്കണം. അല്ലെങ്കിൽ അല്ല. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഫേവറേറ്റ് ഡ്രസ് ടൈപ്പ്, അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈപ്പ് ഡ്രസ്സുകൾ ഏതൊക്കെയാണ്? എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് പറയണത് ഒരുപാട് ഡ്രസ്സൊക്കെ ഇഷ്ടമാണ്. ഏറ്റവും എങ്ങനത്തെ മോഡൽ ഇഷ്ടം? അതായത് ഓരോ ഇതുണ്ടാവൂലേ, എനിക്കൊരു ഇതുണ്ട്. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് പറഞ്ഞത് ഞാൻ പറഞ്ഞതാ. ഒന്ന് കൈ വേണോ, ഓക്കെ. പിന്നെ ഒന്ന് മുട്ടിന്റെ അത്ര ഇറക്കുള്ള ഡ്രസ്സ് വേണോ, കാലിന്റെ അത്ര. പിന്നുള്ളത് ബ്ലാക്ക് കളർ ആവുമ്പോണോ? കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? മുട്ടിന്റെ അത്രയല്ല, ലൂസ് ഫിറ്റിലുള്ളത് ഇറക്കും വേണോ? അതാണ് പറയുന്നത്. എല്ലാം കറക്റ്റ് കേട്ടോ. ഒരു പോയിന്റായോ? കളറ് പോയിന്റ്. ഒരു പോയിന്റായോ? അഡ്ജസ്റ്റ് ചെയ്യാം. ഞാന് ഏറ്റവും ടൂറ് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? എത്ര ഉണ്ട്? ഫേവറേറ്റ് ഉള്ളത് ഒന്നേതാ? ഫേവറേറ്റ് ഒന്ന് മണാലി അല്ലേ? ഓക്കെ, ഒന്നതിയോ? ഒന്നതില്ലേ? മണാലി. ഞാൻ പറയാം ലക്ഷദ്വീപ്. മണാലി, ലക്ഷദ്വീപ്. തായ്ലൻഡ് ഉണ്ടോ? ഇല്ല. അതിലുണ്ട്. ഭയങ്കര ആഗ്രഹട്ടോ മണാലിക്ക്, ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് ഇപ്പൊ പ്ലാനൊക്കെ ഉണ്ടായിരുന്നില്ലേ? പക്ഷെ വളേട്ടന്റെ കല്യാണം കല്യാണം നിക്കാഹ് വന്ന് ഞങ്ങൾ ഒരു ഇതൊക്കെ സെറ്റാക്കി വന്നോണ്ടിരിക്കുന്നില്ലേ. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ഇതൊക്കെ സെറ്റാക്കി എന്റെ കമ്പനിക്കാരനോട് ഉണ്ട്, അവനോട് പറഞ്ഞൊക്കെ സെറ്റാക്കി നല്ല സെറ്റാക്കിയുള്ള പ്ലാനിങ് നിൽക്കുന്നത്. അതിന്റെ ഇടയ്ക്കാണ് എന്താന്ന് നിക്കാഹ് വന്നത്. പിന്നെ സൽക്കാരം പിന്നെ എങ്ങോട്ട് വന്നത്? ഇങ്ങനെ നൈസാണ് ക്ലോസ് ചെയ്ത് ഞങ്ങൾ പോകും. യൂട്യൂബ് അന്ന് നമ്മൾ യൂട്യൂബിൽ വ്ളോഗ് എടുക്കില്ലല്ലോ, ഇവർക്കും കൂടി കാണാൻ നമ്മൾ പോകുന്നാലും. നിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കല്ലോ. എനിക്ക് ഏറ്റവും, അതായത് ജാസി ചെയ്ത എനിക്ക് ഇഷ്ടല്ല, എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിക്കാരം. എന്താണ് കാര്യം? എപ്പോഴും ഞാൻ ജാസിനോട് പറയലേ ഇപ്പോ റൂമില്
അതൊക്കെ ഇല്ലേ എങ്ങനെയൊക്കെ ഇല്ലേ ഇപ്പൊ ഒരു കബോർഡ് തുറന്നാല് അത് അടച്ചു വെക്കണം, പിന്നെ പാത്രം എടുത്ത് വെക്കല്ലോ, പാത്രം എടുത്ത് വെച്ചാൽ എടുത്ത് വെക്കണം, പിന്നെ അതൊക്കെയാണോ? ഇപ്പൊ ചായ ഗ്ലാസ് എടുത്ത് വെച്ചെങ്കിൽ ആ ഗ്ലാസ് കുടിച്ച് കഴുകി എവിടുന്ന് എടുത്തത് അവിടെ കൊണ്ട് വെക്കണം, ഇതൊക്കെയാണോ? അതായത് എന്തായാലും എടുത്ത സാധനങ്ങൾ എടുത്തോടത്ത് വെക്കണം, അതല്ലേ? പിന്നെന്താ? അതല്ല ദേഷ്യം ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ അതിനല്ലേ ഇത് പറഞ്ഞത്? അങ്ങനെയല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. ഞാൻ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞോണ്ട് നിക്കണേ, എന്തെങ്കിലും സീരിയസ് ആയിട്ട് കാര്യം ഇങ്ങനെ, അപ്പൊ മൈൻഡ് ആക്കാതെ നിക്കൂലേ, അത് എനിക്കിഷ്ടമല്ല. അതാണോ? അത് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. ഞാൻ പിന്നെ പോവൂലേ അത്. അപ്പൊ ജാസി പോയി ഇനി ജാസിൻ്റെതോ ഏറ്റവും കൂടുതൽ ക്യാഷ് ചെലവാക്കുന്ന കാര്യം എന്താ? ആയിരിക്കും വേണ്ടി അല്ലേ? വേണ്ടിയില്ല, ജാസിന്റെ ഇതിനും വേണ്ടിയില്ലെന്നാണ് അത്. അതായത് നമ്മള് പുറത്ത് നോക്കുമ്പോ ഫുഡ് കഴിക്കുക അല്ലേ? അത് വിചാരിച്ചുകൊണ്ട് കൊറേ ഒന്നും കഴിച്ചൂല, കുറച്ചൊക്കെ കഴിക്കും. നമ്മള് ഫുഡ് കഴിക്കൽ എങ്ങനെയാ ചോദിച്ചാൽ, ഇപ്പൊ ഒരു റെസ്റ്റോറന്റ് പോവാണെങ്കിൽ അവിടെ ഇപ്പം കുറച്ച് സാധനം ഒരു 4-5 ഐറ്റംസ് ഉണ്ടാവും, അത് ഇത്തിരി വാങ്ങൂലേ, ഇതിങ്ങനെ എല്ലാം ടേസ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഓവറായി കഴിച്ച ഫീലും ഉണ്ടാവില്ല, എന്നാ എല്ലാം ടേസ്റ്റ് ചെയ്തൊരു സമാധാനം ഉണ്ടാവും. ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചാല് അല്ല, അങ്ങനെ ഏതൊക്കെ, അങ്ങനെ എത്ര വേണമെങ്കിൽ പറയാം. ഫ്രൈഡ് റൈസ് എനിക്ക് ഇഷ്ടമാണ്, സെറ്റല്ലേ? പിന്നെ പിസ്സ പറഞ്ഞ കേട്ടോ, പിസ്സ ഇഷ്ടല്ലേ? പിസ്സ, ഫ്രൈഡ് റൈസ് ഇഷ്ടമാണ്. പിന്നെന്താ എങ്ങനത്തെ ഐറ്റംസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എങ്ങനത്തെ ഐറ്റംസ് മീൻസ് അല്ല, ഐറ്റംസ് ഇപ്പൊ ഫ്രൈഡ് റൈസ് പറഞ്ഞാൽ അത് റൈസ് ഐറ്റംസ് ആണ്, പിസ്സ പറഞ്ഞാൽ അങ്ങനല്ല. എനിക്കൊരു ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കൊറേ കഴിക്കും. മനസ്സിലാവണില്ല? സ്പൈസി ഇല്ലാത്തതാ? എന്താണ് പിന്നെ ഏറ്റവും ഇഷ്ടമല്ല സാധനേ എപ്പോഴും തിന്നു, എനിക്ക് എപ്പോഴും ഫ്രിഡ്ജിൽ വേണം. അത് മറ്റേ ഇത് ചള്ളാസ്, അത് മറ്റേ വെജിറ്റബിള്, അതാണ് ഇഷ്ടം. ഒന്നും അറിയില്ല എന്നെ പറ്റി, കണ്ടോ? ഒന്നും ഒന്നും ഇതൊക്കെ നമ്മൾ ഫേവറേറ്റ് ഫുഡിൽ ഉൾപ്പെടുത്തും. അതായത് ഇവിടെ കഴിക്കുന്നത് കാബേജ്, ക്യാരറ്റ്, മറ്റേ ഇതൊക്കെ ഞാൻ ഫുഡ് ഐറ്റംസ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ്, അതായത് എനിക്ക് കൂടുതൽ വെജിറ്റബിളിനോടല്ല ഇഷ്ടം. ഞാൻ ഉദ്ദേശിച്ച ഫുഡ് ഞാൻ ഫ്രൈഡ് റൈസ്, ഫ്രൈഡ് റൈസ്, അതാണ് ഉദ്ദേശിക്കണ്ടല്ലോ. ഇപ്പത്തെ ക്വസ്റ്റ്യനായി ഞാൻ ഭൂതോട് ചോദിച്ചു, നീ അടുത്ത ക്വസ്റ്റ്യൻ ഞാനല്ലേ? ഉണ്ടല്ലോ ഏറ്റവും, അതായത് റൂമിൽ വന്നാല് മടിയുള്ള കാര്യം എന്താ? കുളിച്ചാലിങ്ങനെ ഫോണുമ്പോ കഴിച്ച അങ്ങനെ ഇരിക്കും ജാസി. 2 ദിവസം 2 നേരം കുളിക്കുന്നുണ്ട് ഞാൻ. എന്ത് സംബന്ധമായിട്ടാ വരുന്നത്? ആദ്യം പറഞ്ഞില്ല. എന്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അതാണ് ജാസി ഏറ്റവും മടി. അത് പറഞ്ഞ കേൾക്കുന്നല്ല, അങ്ങോട്ട് എനിക്ക് ഒരു പേഴ്സണൽ എഡിറ്റർ വേണം. അതെ, ഇപ്പൊ നമ്മൾ ചുമ്മാ രാവിലെ വർക്കിന് വേണ്ടി വൈകുന്നേരം കൊണ്ട് വരും, എന്നിട്ട് നമ്മൾ ജസ്റ്റ് റിലാക്സിന് വേണ്ടിട്ട് ഒരു 5 മിനിറ്റ് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ്. 5 മിനിറ്റ് അല്ല, MD-നെ പറ്റിച്ച് കമ്പനി കാട്ടുന്ന കണ്ട ജാസും വിറ്റ്നേഴ്സ് കിട്ടും. അതിൽ രണ്ടാളാണ് കേട്ടോ മെയിൻ. രണ്ടാളും ലാപ്ടോപ്പിന്റെ മുന്നിൽ ലാപ്ടോപ്പിന് മുന്നിൽ ഫോൺ വെക്കുന്നിട്ട് കളിച്ചു. അപ്പൊ എന്താ പോലെ നേരത്തെ CCTV ഇല്ല, അളിയന്റെ വസ്തുക്കൊക്കെ ഉണ്ട് കേട്ടോ, അവരൊക്കെ പണിയെടുക്കും. അതായത് ഇപ്പൊ ഒരു ഫോട്ടോ ഉണ്ടാവും, ചിലപ്പോ ഫുള്ള് ബ്ലറാക്കി കിടക്കുന്നുണ്ടോ,
എന്നിട്ട് ജാസി ജാസി എഡിറ്റ് ചെയ്യും ഇല്ല ഞാൻ നല്ല ഫോട്ടോസ് പറയില്ല ജാതി ഫോട്ടോ എടുക്കാൻ അറിയില്ല. അതറിഞ്ഞേ എന്റെ കൈ കൊണ്ട് ലോകം അംഗീകരിക്കൂല. എന്റെ ക്വസ്റ്റ്യനായിട്ട് അടുത്തത് ബീപ്പ് ചോദിച്ചത് ഞാനാ. ഓക്കെ, ഞാൻ നമ്മള് ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോ ഞാൻ ഇട്ട ഡ്രസ്സിന്റെ കളർ ഏതേനി? ഫസ്റ്റ് മീറ്റ് മീൻസ് കല്യാണം ഇതിനു ഫസ്റ്റ് നമ്മള് അല്ലാണ്ട് ദുനിയാവിൽ ആദ്യമായിട്ട് കണ്ടപ്പോ ഞാൻ ഡ്രസ് പറഞ്ഞുതരാ. അത് ബ്ലൂവും ബ്ലൂവും ബ്ലാക്ക് അല്ല, ഗ്രേ അല്ല, ഡാർക്ക് ബ്ലൂ പാന്റും സ്കൈ ബ്ലൂ ഷർട്ടും ഇട്ടത് ചുരിദാറാണ്. ചുരിദാറ ചോളിയൊക്കെ ഡ്രസ്സിന്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് ആകെ ജീൻസിന്റെ പേര് ഷർട്ടൊക്കെയാണ്. ബ്ലാക്ക് കളറാ. മിട്ടാർക്ക് പോയപ്പോ ബ്ലാക്ക് കളറാണ്. ബ്ലാക്കും ബ്ലൂവും ഒരു സ്കൈ ബ്ലൂന്റെ അങ്ങനത്തെ പച്ചയുള്ളത് അങ്ങനത്തെ അത് എനിക്ക് ഓർമ്മയുണ്ട്. അതിന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്താൽ എനിക്ക് ഓർമ്മയുണ്ട്. മിഠായി എടുക്കാൻ പോയപ്പോ മിഠായില്ല ഫസ്റ്റ് ആണ് പോയപ്പോ ഫസ്റ്റ് കണ്ടോ അതും കൂടി ഓർമ്മയല്ല. എത്ര കൊല്ലായി ഞാൻ? 4-5 കൊല്ലായി. ബ്ലാക്ക് അല്ല, കാപ്പി കളറ്. കറക്റ്റ് തെറ്റാണ്, ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ഗോൾഡൻ കളർ ബ്രൗൺ കാണാൻ കൂടില്ല, ഇട്ടിട്ട് നരച്ചീനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, നമ്മളെ നിക്കാഹ് കഴിഞ്ഞിട്ട് നമ്മള് എന്താ ഫസ്റ്റ് നമ്മൾ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഫസ്റ്റ് ആയിട്ട് ഒരു ഫുഡ് കഴിച്ചു നമ്മൾ രണ്ടോളം ഒരുമിച്ചിരുന്നത്. തെറ്റി. ഫസ്റ്റ് ഫുഡ് കഴിച്ചത് ഞാൻ കേട്ടോ. നമ്മള് രണ്ടാളും നിക്കാഹ് നമ്മളൊരു അന്നൊക്കെ കാറിലാ പോയിനെ. നമ്മള് ഫസ്റ്റ് ബൈക്കിൽ ഒരു സ്ഥലത്ത് പോയിക്കണേ, അതെടുക്കാം. ഫസ്റ്റ് ബൈക്കിൽ പോയ സ്ഥലം ഫസ്റ്റ് നമ്മള് ട്രിപ്പായിട്ട് പോയതാണോ അതോ കസിൻസിന്റെ വീട്ടിലോട്ട് പോയത്? ട്രിപ്പ് അതൊക്കെ ഉണ്ട്. എന്നാ കോഴിക്കോട്ടോട്ട്. കോഴിക്കോട്ടേക്ക് തന്നെ. അതായത് കുട്ടിനെ വിട്ട് പോയിട്ട് പിന്നെ നേരെ കോഴിക്കോട് പോയത്, ബീച്ചിൽ പോയത്. പിന്നെ വാട്സപ്പില് നിനക്കയച്ച മെസ്സേജിന്റെ സ്റ്റാർട്ടിങ് എന്താണ്? അല്ല, ഇപ്പൊ പ്രൂഫ് കാണിച്ചത്. ഹലോ അല്ല, എന്നെ മനസ്സിലായോ? അല്ല, ഇല്ല, ഓർമ്മ ഞാനാണേ. ഒന്നല്ല. അസ്സലാമു അലൈക്കും. ഞാനോ? പോയോ ഇത് കിട്ടില്ലെങ്കിൽ നമ്മൾ അതൊന്നുമല്ല. ഇന്ന് പെണ്ണ് കാണാവുന്ന ചെക്കനാണ്. തോറ്റില്ലേ? ഐ ആം ജാരിസ് കമ്മിങ് ഫ്രം അറിയോന്ന് ചോദിച്ചിട്ടോ. ആണ് പ്രൂഫാണോ? പ്രൂഫ് ഉണ്ട്, ലാപ്ടോപ്പിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നമുക്ക് ഫോണിക്ക് ഇങ്ങനെ പല കൂയികളും മെസ്സേജ് അയക്കും. അപ്പൊ ഞാൻ അങ്ങനെ നോക്കലില്ല, ഞാൻ അങ്ങനെ റീപ്ലൈ ഒന്നും കൊടുക്കൂല. അറിയും റീപ്ലൈ തരാ കൊടുത്തീനല്ലോ. അറിയും കാരണം എന്താ ചോദിച്ചാൽ എനിക്ക് ഇപ്പൊ നമ്പർ കിട്ടുന്നീനപ്പൊ. അപ്പം അതുകൊണ്ടാണ് ആ നമ്പർ അറിയാം. അല്ലെങ്കിൽ ഞാൻ വേഗം ചെറുതൊക്കെ ഉണ്ടാവും പറ്റിക്കാനൊക്കെ. ഹായ് എന്തടി അത് അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ നിൽക്കണം. അപ്പൊ ഞാൻ അങ്ങനത്തെ ആരാ ചോദിക്കും. അപ്പൊ എനിക്കിത് മനസ്സിലായില്ല അങ്ങനെയൊക്കെ പറയണെങ്കിൽ ഞാൻ വേഗം എന്ത് ചെയ്യാം, ഞാൻ ബ്ലോക്ക് ചെയ്യും, ഞാൻ ഡിലീറ്റ് ചെയ്യും.
അല്ല പറ്റിക്കാൻ നിക്കും വാട്സപ്പിൽ കണ്ടില്ലേ, ഒറ്റടിക്ക് ബ്ലോക്ക് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ ചോദിക്കണ ക്വസ്റ്റ്യൻ കേട്ടോ, കുറച്ച് ടഫായ ക്വസ്റ്റ്യൻ ആണ്. ഈ ഫുള്ള് സിമ്പിൾ. ഫുഡ് ഏതാണ്, ഡ്രസ് ആണ്, ഇതൊക്കെ സിമ്പിൾ ആണ്. കുറച്ച് ടഫ്, ഞാൻ ടഫായി ചോദിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ എനിക്ക് ആൻസർ കാണുന്നവർക്ക് ഒരു ഇതുണ്ടാവുക. നിക്കാഹ് കഴിഞ്ഞിട്ട് നമ്മള് ഫോട്ടോ എടുക്കാൻ പോയിട്ടില്ലെങ്കിലോ? കഫേ അപ്പൊ നിങ്ങൾ എനിക്കൊരു സാധനം വാങ്ങിത്തന്നീ. അത് അവിടുന്ന് മറ്റേ കോഫി എന്താ വാങ്ങിത്തന്നത്, ഞാൻ വാങ്ങിത്തന്നീ. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അത് എത്രയൊക്കെ കൊടുത്തു? എന്നിട്ട് ഞാൻ ആ കോഫി എന്താ ചെയ്തേ? ആ കോഫി നീ നിനക്ക് വേണ്ട, കോഫിയില് മധുരല്ല കയ്പാറിട്ട് കോഫി എന്നിട്ട് ആരും മധുരം കുടിച്ചു. കയ്പാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ട. അന്നൊന്നും എനിക്ക് ഫുഡ് ഇഷ്ടമല്ല. ഇനിയിപ്പൊ ഫുഡ് ഞാനും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിക്കണേ, പിന്നെ നല്ലോ കഴിക്കും. ലാസ്റ്റ് രണ്ടിടത്ത് ഉത്തരം പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ റീനൂസാണ് ജയിച്ചത്, ഞാൻ ഒന്നിലും ഉത്തരം പറഞ്ഞിട്ടില്ല. റീനൂസ് ജയിച്ചു. അപ്പൊ റീനൂസിന് ഞാൻ എന്താ ട്രോഫി ഉണ്ട്, റീനൂസ് കപ്പടിച്ച്. മറ്റേ കപ്പില് ഗ്ലാസ് കുപ്പിയാണോ ഗ്ലാസ് ആണോ മറ്റേ കോപ്പി കൊടുക്കും മദ്രസ കൊടുക്കുന്ന പോലെ. അപ്പൊ എത്ര നമ്മളെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് കൊണ്ടല്ലേ? ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ? പക്ഷെ ചോദിക്കാൻ നിന്നാലൊക്കെ നിങ്ങൾക്ക് ബോറടിക്കും. ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കില്ലേ, കാണുന്നതൊക്കെ ബോറടിക്കും അല്ലേ? പിന്നെ വെറുതെ നിന്നപ്പോ ജസ്റ്റ് ഒരു വീഡിയോ, പെട്ടെന്നുണ്ടായ വീഡിയോ ആണ് കേട്ടോ. നാളെ നാട്ടിൽ പോണില്ലേ? നാളെയല്ല, ഞായറാഴ്ച നാട്ടിൽ പോവാണ്. ഞായറാഴ്ച ഞാൻ പോവാണ്. അപ്പൊ ഇന്നില്ല വീഡിയോസ് ഒക്കെ ഞാൻ ഒറ്റ എടുക്കുക, വീഡിയോ എടുക്കും, നടക്കും. ഞാൻ നാട്ടിൽ പോയി എന്തെങ്കിലും എടുത്തോണ്ട് അയച്ചു കൊടുക്കേണ്ടി വരും. ഇത് ഇനി ഫുഡ് കഴിക്കാനായി കേട്ടോ. സമയം എത്രയായി? തമ്പുരാനെ സമയം 9:51. ഇനി ജിമ്മിനൊക്കെ പോയി ഞങ്ങള് ജിമ്മിന് എനിക്ക് മനസ്സിലായോ കേട്ടോ. പിന്നെ ഞാൻ ജിമ്മിനെ വിചാരിച്ച മസിലെ കൂടി വിചാരിച്ച് കടിച്ചു നോക്കിയതാണ്. അപ്പൊ എന്ന് ഞങ്ങള് 1 മണിക്കൂർ ജിമ്മിന് പോലുണ്ടല്ലോ. അപ്പൊ റീനൂസ് എന്താ കാണിക്കാരോ? റീനൂസ് വെറും ത്രെഡ്മില് ഇങ്ങനെ ഞാനാണെങ്കിൽ ഫുള്ള് ഞാൻ മറ്റേ 5 കിലോന്റെ 2 സാധനം എടുത്ത് ഇങ്ങനെ കാട്ടും. ഇവിടെ മസിൽ വരാന് 3 ദിവസമായിപ്പോ പോലെ എടുത്തിട്ട് 4 ദിവസം കുറച്ച് വന്ന് നിക്കണ്. മറ്റേ ഏറ്റവും ടോപ്പിലാട്ടോ, അതായത് വീടിന്റെ ടോപ്പിലാണ് ജിം നടക്കുന്നത്. അപ്പൊ അടിയിൽ കൂട്ടുകാരൊക്കെ ഒന്ന് കമ്പനി വന്നിക്കണേ, ജിമ്മിന് വേണ്ട കമ്പ്യൂട്ടർ നിരത്തിക്കണ്. ജിമ്മിനോട് നമ്മളെ ബോഡിക്കൊരു ഇതുണ്ട് കേട്ടോ, ഫിറ്റ് ഉണ്ട്. അപ്പൊ അടുത്ത അടിപൊളി ചലഞ്ചായിരിക്കും ജയിക്കും നോക്കുക. ഇങ്ങനത്തെ ഇങ്ങനത്തെ വീഡിയോസ് ആണ്, ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ആണ് വേണ്ടത്. കമന്റ് ചെയ്യണ്ടേ? ഫ്രഷ് യൂട്യൂബേഴ്സ് ആണല്ലേ? എന്താ ഒക്കെ റിന്യൂസിന്റെ എന്താ യൂട്യൂബ് ഫുള്ള് നോക്കുന്നതും കൈകാര്യം റിന്യൂസ് ആട്ടോ. ഞാൻ ജസ്റ്റ് ഡെല്ലിയൊക്കെയാണ് കൊണ്ടുകൊടുക്കുകയാണ്. പിന്നെ എല്ലാ ഐഡിയസും വരുന്നത് റിന്യൂസിന്റെ തലേന്നാണ്. എഡിറ്റ് ചെയ്യണതൊക്കെ ഞാനാണ്. അത്ര ഉള്ളതല്ലേ? എഡിറ്റ് ചെയ്യണത് വീഡിയോസ് ക്യാമറമാനൊക്കെ ഞാൻ എടുക്കുന്നത്. ക്യാപ്ഷൻ ജാസ്തി ഡിസ്ക്രിപ്ഷൻ കുറെ സാധനങ്ങൾ സെറ്റ് ആക്കാൻ നമ്മള് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതൊക്കെ ഞാൻ സെറ്റ് ആക്കാം. കംപ്ലൈന്റ് ഒക്കെ ചെയ്യണം ഞാനാണ്. കാരണം ഒരുപാട് പോരായ്മകളുണ്ട് എനിക്കറിയാം. കാരണം ഞാൻ പഠിച്ചു വരും കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്ന് ചെയ്യുമ്പോ ഇപ്പൊ ഞാൻ ഒരു വീഡിയോ ഇടുമ്പോഴാണ് അടുത്ത വീഡിയോ ഇടുമ്പോ നമ്മൾ നോക്കുക ഈ വീട്ടിലത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എന്നിട്ട് അടുത്ത വീഡിയോ നമ്മൾ പരിഹരിക്കുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും, നമ്മൾ എങ്ങനത്തെ വീഡിയോസ് എടുക്കണ്ടേ നിങ്ങൾ പറയാ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇഷ്ടം നിങ്ങൾക്ക് കാണാനുള്ളത്. നമുക്ക് ഡെയിലി വ്ലോഗ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ പറയാ, സമയം കിട്ടുന്നില്ല. നമ്മൾ ട്രൈ ചെയ്യാം, മാക്സിമം ട്രൈ ചെയ്യണം ഡെയിലി വ്ലോഗ് ചെയ്യാന്. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യോന്നൊക്കെ ചോദിച്ചിരുന്നു. സെറ്റ് ആവാണ്ട് ഞങ്ങള് റൂമൊക്കെ സെറ്റ് ആക്കാണ്ട് ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ട് വരുന്നോണ്ടിരിക്കാണ്. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവും. പിന്നെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവട്ടെ എനിക്ക്. പിന്നെ നാട്ടിലൊക്കെ മഴയാണെന്നൊക്കെ പറയണിട്ട്. നിങ്ങളെ വീട്ടിലൊക്കെ മഴ ഉണ്ടോ? എല്ലാരും സേഫ് അല്ലേ? അല്ലേ? ഇവിടെ മഴയൊന്നും
കാർ ഇങ്ങനെ വന്നു പോവുള്ളൂ കേട്ടോ, മഴയല്ല. ഓള് ഇങ്ങനെ മേലക്കൂടെ ഇങ്ങനെ പോവാ അങ്ങോട്ട് അതാരാ മഴക്കാറ്. ഞാൻ കാറ് എന്ത് വിചാരിച്ചത്. മഴക്കാറ് ഇങ്ങനെ വരും. പിന്നെ ഇവിടെ എല്ലാ കാര്യം എന്താന്ന് ചോദിച്ചാല് ഇപ്പൊ വാതിലൊന്ന് തുറന്നാ മതി, ബാൽക്കണിത്തെ ഇത് തുറന്നാ മതി, ബേക്ക് ഇങ്ങനെ പോവാ. അത്രക്ക് കാറ്റുണ്ട് കേട്ടോ ഇവിടെ, നല്ല കാറ്റുണ്ട്. നമ്മളിപ്പം പുറത്തൊക്കെ വന്നതിനൊക്കെ ഇറങ്ങണേ ഇങ്ങനെ ഞാൻ അങ്ങനെ ബേക്ക് നോക്കും, ഇങ്ങനെ പോവും, നല്ല കാറ്റുണ്ട്. ഇത് ഉറക്കം വരികയാണ്. ഇതേപോലെ എനിക്ക് ക്ലാസ് തുടങ്ങിയ പറയണ്ടേ, എനിക്കിപ്പോ ഓൺലൈൻ ക്ലാസ് തുടങ്ങിട്ടോ 2 മണി to 3 മണി വരെയാണ് ക്ലാസ്. അതോളം എനിക്കൊരു കുഴപ്പമില്ല, ഉറക്കൊന്നും വരില്ല. ഈ ക്ലാസ് തുടങ്ങുന്നത് കാണുമ്പോത്തിനാണ് ഉറക്കം ഇങ്ങനെ ഇങ്ങനെ തൂങ്ങുന്ന. എനിക്ക് കുഴപ്പമൊന്നുമില്ല, സുഖാണ് പഠിക്കാനൊക്കെ. നമ്മള് ഡിഗ്രി പഠിച്ചതൊക്കെ തന്നെയാണ് ഏറെക്കുറെ. ടീച്ചേഴ്സും എനിക്ക് വെറുതെ ഇരിക്കാൻ ഇവിടെ ഇല്ലേ പറയണേ. അപ്പൊ ഗൈസ് ഇത്ര നമ്മളെ വീഡിയോ ജസ്റ്റ് നമ്മള് പെട്ടെന്ന് ഉണ്ടായൊരു വ്ളോഗാണ് കേട്ടോ. നോക്കട്ടെ, നമുക്ക് ഇനി ഞാൻ പോയതിന് മുമ്പ് കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ച് ഞാൻ എന്തായാലും ഒരാഴ്ച ഉണ്ടാവൂല, അപ്പൊ രാസിക്കത് എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇടാലോ അല്ലേ. അപ്പോ ഇൻഷാല്ലാ വീഡിയോ കണ്ടിരുന്നെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ എങ്ങനത്തെ വീഡിയോസ് വേണ്ടത് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. അതേപോലെ നമ്മൾ ചെയ്യണാണ്. എന്തെങ്കിലും വീഡിയോസിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക, ഒക്കെ നമ്മള് തിരുത്തണാണ് കേട്ടോ. അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബൈ ബൈ, അസ്സലാമു അലൈക്കും.